കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസ് കൊല്ലപ്പെട്ടതിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് പിതാവ് ഇക്ബാൽ. മകനെ ആക്രമിച്ചവരിൽ 3 പേർ കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികളെ ആക്രമിച്ചിരുന്നു എന്നും പിന്നീട് ആ കേസ് ഒതുക്കി തീർക്കുകയായിരുന്നുവെന്നും ഇക്ബാൽ ആരോപിക്കുന്നു. ഇതിനിടെ അന്വേഷണ സംഘം പ്രതികളായ 5 വിദ്യാർത്ഥികളുടെയും വീടുകളിൽ പരിശോധന നടത്തി. ഷഹബാസ് കൊല്ലപ്പെടാനിടയായ ആക്രമണം പ്രതികളുടെ രക്ഷിതാക്കളുടെ അറിവോടെയും ആസൂത്രിതവുമായി നടന്നതാണെന്നാണ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ആരോപിക്കുന്നത്. പ്രതികളായ 5 വിദ്യാർത്ഥികളിൽ 3 വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ വിദ്യാർത്ഥിനികളെ ഉൾപ്പെടെ മർദ്ദിച്ച കേസിൽ പ്രതികളായിരുന്നു. ഈ കേസ് പിന്നീട് പ്രതികളുടെ രക്ഷിതാക്കൾ ഇടപെട്ട് ഒതുക്കി തീർക്കുകയായിരുന്നുവെന്നും ഇക്ബാൽ ആരോപിക്കുന്നു. 8ാം ക്ലാസ്സിലെ പിള്ളേരെ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും അത് കേസാവാതെ അത് പുറത്തുനിന്നു അവിടുന്ന് രാഷ്ട്രീയപരമായിട്ട് സ്വാധീനം ചെലുത്തി കഴിച്ചിലായ കുട്ടികളാണ്. അന്ന് അവരെ തല്ലിയ സമയത്ത് ഈ രക്ഷിതാക്കൾ വന്നിട്ട് ഈ കൊച്ചുകുട്ടികളെ കയ്യേറ്റം ചെയ്യാനാണ് വന്നത്. അത് അവരെ ഭാഗം ന്യായീകരിച്ചിട്ട് അവരെ സംരക്ഷിക്കുക ചെയ്യുന്നത്. കൊലപാതകമായ കുട്ടീൻ്റെ അമ്മ ടീച്ചറാണ്. മറ്റേത് ആ ടീച്ചറെ ഭർത്താവ് പോലീസിൽ ജോലിയുണ്ട്. അതൊക്കെ അറിയാൻ കഴിയുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പ്രതികളുടെ വീടുകളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. 5 പ്രതികളുടെയും വീടുകളിൽ ഒരേ സമയം പരിശോധന നടത്തുകയായിരുന്നു. പ്രതികളിൽ ഒരാളുടെ വീട് ആളില്ലാതെ പൂട്ടിയ നിലയിലാണ്. മറ്റ് 4 പേരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. പ്രതികളുടെ മാതാപിതാക്കളുടെ ഫോണുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. പിടിയിലായ 5 പ്രതികളെ കൂടാതെ മറ്റ് വിദ്യാർത്ഥികൾക്കോ മുതിർന്നവർക്കോ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ആക്രമണം നടന്ന സ്ഥലത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. ഷഹബാസിന്റെ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. പ്രതികളുടെ ബന്ധുക്കൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരായതിനാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും ഷഹബാസിന്റെ പിതാവ് പങ്കുവച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.